താലി ഭാഗം 13. ശിവ ഗായത്രിയുടെ മേൽ അമർന്നതും. എന്നാൽ ശിവയെക്കുറിച്ച് അവളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു അവിടേക്ക് വന്നതും. ഇത്തരത്തിലുള്ള ഒരു നീക്കം അവനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഗായത്രി. അജുവും ഗായത്രിയും തമ്മിൽ ഇഷ്ടത്തിലായിട്ട് ഒരുപാട് നാളുകളായി. എന്നാൽ അന്ന് തൊട്ട് ഈ നിമിഷം വരെ തന്നോട് മോശപ്പെട്ട ഒരു രീതിയിലും ബിഹേവ് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു അവസരം താൻ ഒപ്പിച്ചു കൊടുത്തിട്ടുമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. തന്റെ ശരീരത്തിൽ ആദ്യം തൊടുന്ന പുരുഷനാണ് ശിവ. അവൻ അവളുടെ മേലെയായി കിടന്നിട്ടും അവളിൽ യാതൊരുവിധ ഭാവമാറ്റങ്ങളും തന്നെ അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ ശിവ തന്റെ ഇരു കൈകളും അവളുടെ കൈകളുമായി കോർത്തു. തൂവെണ്ണയാർന്ന അവളുടെ കഴുത്തിലേക്ക് തന്റെ ആദരങ്ങൾ അടുപ്പിച്ച് ഒരു മുത്തം നൽകി. ഏതോ ഒരു കൊളിയൻ തന്റെ ഉച്ചയിൽ തട്ടി പെരുവിരലിൽ കൂടി കടന്നു പോയത് ഗായത്രി അറിഞ്ഞു. ശിവയുടെ നെഞ്ച് അവളുടെ മാറിടങ്ങളെ ഞെരിച്ചുകൊണ്ട് പിന്നെയും അവളിലേക്ക് അമർന്നു. പെട്ടെന്ന് തന്നെ ഗായത്രിക്ക് ബോധം വീണു. പിന്നീട് ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവനെ ബലമായി തന്നെ പിടിച്ചു തള്ളിയതും ശിവ കട്ടിലിൽ നിന്ന് തെറിച്ചു താഴേക്ക് വീണു. അവനും അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ നിലത്തേക്ക് തലചെന്ന് ഇടിക്കുകയും ശിവയുടെ ബോധം പോവുകയും ചെയ്തു. പെട്ടെന്ന് ഗായത്രി ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. ഇതെന്താ എനിക്ക് പറ്റിയത്? ശിവ തന്റെ ശരീരത്തിൽ ആദ്യം തൊടുകയല്ലെന്ന് പോലും അവളുടെ ഉപബോധ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ ഗായത്രിക്ക് തോന്നി. എന്നാൽ തന്റെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു ഗായത്രിയുടെ ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ എടുത്തു നോക്കിയതും വീട്ടിൽ നിന്നായിരുന്നു കോൾ വന്നത്. എന്താ അമ്മ ഈ സമയത്ത് വിളിച്ചത്? പാറുവിന് എന്തെങ്കിലും പറ്റിയോ? അത് പറയാനാ മോളെ വിളിച്ചത് ഞാൻ നിന്നെ. കുഞ്ഞ് നീ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ കരയാൻ തുടങ്ങിയതാ. ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. ഞങ്ങൾക്കെന്തോ പേടിയാവുന്നു മോളെ. പാറുവിന് ഇനി എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അമ്മ പാറുവിന്റെ കയ്യിൽ ഫോൺ കൊടുത്തേ. അവൾ ഫോൺ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല മോളെ. ഏങ്ങലടിച്ചാണ് കരച്ചിൽ. ഈ സമയത്ത് ഞാൻ എന്തു ചെയ്യാനമ്മേ? അപ്പോഴേക്കും ഫോൺ രാജീവ് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും മേടിച്ചിരുന്നു. മോള് ടെൻഷൻ അടിക്കണ്ട, അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ഞാൻ അവളോട് പറഞ്ഞതാ മോളെ ടെൻഷൻ അടിപ്പിക്കാൻ ഈ സമയത്ത് വിളിക്കണ്ട എന്ന്. അച്ഛാ, പാറു നല്ലതുപോലെ കരയുന്നുണ്ടോ? മോൾ ഉറങ്ങിക്കോ, രാവിലെ തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. നീ അവളുടെ അടുത്തു നിന്നും മാറി നിൽക്കുന്നത് ആദ്യമല്ലേ, അതുകൊണ്ടായിരിക്കാം. ഈ സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായി നിൽക്കാനാണ് അച്ഛാ? എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ നടക്കുന്നത്. എന്റെ വാക്കിനൊരു വില തരാതെയല്ലേ ആ തെമ്മാടിയുടെ വീട്ടിൽ നീ പോയത്. അവന്റെ നാശം എന്റെ കൈകൊണ്ടാണ്. അച്ഛൻ എന്താ കരുതിയത്? ഞാൻ അവന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനാണ് വന്നതെന്നോ? അതല്ല മോളെ ഞാൻ പറഞ്ഞത്. അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എപ്പോഴാ അവന്റെ അസുര സ്വഭാവം പുറത്തു വരുന്നതെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം നിനക്കെതിരെ തിരിഞ്ഞത്. അല്ലാതെ എൻ്റെ കുട്ടിയോട് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നുമല്ല. എനിക്കറിയാം അച്ഛൻ എൻ്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെന്നൊക്കെ. അവൻ എവിടെ ഉണ്ടോ മോളെ? ഉണ്ടച്ഛ. അവനോടൊരു ഗ്യാപ്പിട്ട് നിന്നാൽ മതി. അച്ഛൻ ആ കാര്യത്തിൽ ഒന്നോർത്തും ടെൻഷൻ ആവണ്ട. ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാന്നേ ഉള്ളൂ. എന്നാ ശരി മോളെ, ഞാൻ വെക്കുക. ഗായത്രി ഫോൺ വെച്ച് നിലത്ത് കിടക്കുന്ന ശിവയെ ഒന്ന് നോക്കി. ആദ്യമായിട്ടാണ് അവൾ അവനെ ശ്രദ്ധിക്കുന്നത്. ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് ജീൻസ്, മുടി ഭ്രാന്തന്മാരെ പോലെ നീട്ടി വളർത്തിയിട്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ താടിയും ഒരു വൃത്തിയും ഇല്ലാതെ തന്നെയുണ്ട്. നെറ്റിയിലെ മുറിവ്, ഉണങ്ങിയതിന്റെ പാടും. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്തിനാണ് എൻ്റെ ലൈഫിൽ കയറി കളിച്ചതെന്നും എനിക്കറിയില്ല. നിനക്കും എൻ്റെ അച്ഛനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയതിനോട് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ അത് ഞാൻ പോട്ടെ എന്ന് വെച്ചു ക്ഷമിച്ചു. ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വെച്ച് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ ദൈവമല്ല, ശരാശരി ഒരു പെൺകുട്ടി മാത്രമാണ്. ക്ഷമയുടെ നെല്ലിപ്പലക ഇളകി കഴിഞ്ഞു എൻ്റെ. ഇത്രയും നാൾ എല്ലാവരും എന്നെ ഡോക്ടറായിട്ട് മാത്രമാണ് കണ്ടത്. എന്നാൽ ഗായത്രി ആരാണെന്ന് നാളെ മുതൽ നീ അറിയാൻ പോവുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്തു ഗായത്രി ബെഡിലേക്ക് വന്ന് കിടന്നു. എന്തൊക്കെയോ ചിന്തകൾക്കൊടുവിൽ അവളുടെ കണ്ണുകളിലേക്ക് നിദ്രാദേവി എത്തി. സമയം ഒരു 3 മണിയോടെ ആയപ്പോഴാണ് ഗായത്രിയുടെ റൂമിന് പുറത്ത് ആരോ തട്ടി വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. എന്നാൽ പിന്നീടും സൗണ്ട് കേട്ടു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് ലൈറ്റിട്ട് ഡോറ് തുറന്നതും തന്റെ മുമ്പിൽ നിൽക്കുന്ന ശോഭനയാണ് ഗായത്രി കാണുന്നത്. എന്താ അപ്പച്ചി ഈ സമയത്ത്? താഴെ രാജീവേട്ടനും ലക്ഷ്മിയും വന്നിട്ടുണ്ട്. അവരെന്താ ഈ സമയത്ത്? മോള് വാ. ശോഭനയുടെ കൂടെ ഗായത്രിയും താഴേക്ക് ചെന്നു. ലക്ഷ്മിയുടെ കയ്യിൽ ഏങ്ങലടിച്ച് കരയുന്ന പാറുവിലേക്ക് അവളുടെ കണ്ണുകൾ പോയി. നിമിഷ നേരം കൊണ്ട് തന്നെ പാറുവിനെ അവൾ വാരിപ്പുണർന്നു.
തുരുതുര മുത്തങ്ങൾ കൊണ്ട് അവളെ പൊതിഞ്ഞു. എന്നാൽ ഗായത്രിയുടെ പ്രവൃത്തിയെ അവിടെയുള്ളവരെല്ലാം നോക്കി കാണുകയായിരുന്നു. പാറുമോൾ എന്തിനാ കരയുന്നേ? അതാ ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരഞ്ഞ അസുഖങ്ങളൊന്നും വരുത്തി വെക്കില്ലേ എൻ്റെ കുഞ്ഞ്. എന്നെ ഇട്ടിട്ട് എന്തിനാ പോയേ? എനിക്ക് ചേച്ചിയില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് അറിയില്ലേ? ഓരോ വാക്കുകളും പറക്കിക്കൂട്ടി പാറു ഗായത്രിയോട് പറഞ്ഞു. കരയാതെ കരയാതെ മോളെ. ഗായത്രി തന്റെ മാറോട് പാറുവിനെ അണച്ചു. അച്ഛാ, രാത്രിയിൽ എന്തിനാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തത്? നാളെ ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ. പാറുവിന്റെ കരച്ചിൽ കാണാൻ ഞങ്ങളെ കൊണ്ടാവില്ല മോളെ. അതുകൊണ്ട് സമയമൊന്നും നോക്കാതെ പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാ ഒരു കാര്യം ചെയ്യാം, പാറു ഇനി മുതൽ ഇവിടെ നിൽക്കട്ടെ ഗായത്രിക്കൊപ്പം. പ്രകാശ് രാജീവിനെ നോക്കി പറഞ്ഞു. അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു, പാറു ഇവിടെ വളരേണ്ട കുട്ടിയാണ്. എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? പാറു ഇവിടെ എങ്ങനെ വളരണ്ടേ? നമ്മുടെ വീട്ടിലല്ലേ വളരേണ്ടത്? ഗായത്രി രാജുവിനോടായി പറഞ്ഞു. മോക്കവൾ അമ്മയെപ്പോലല്ലേ, അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. കുറേയേറെ നേരം അവർ തമ്മിൽ സംസാരിച്ചു. രാജീവും ലക്ഷ്മിയും അവിടെ നിന്നിറങ്ങി. രാജീവ് ഇറങ്ങുന്നതിന് മുമ്പ് പ്രകാശിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചിട്ടാണ് അവർ പോയത്. അവർ എത്രയൊക്കെ ചേട്ടത്തി അനിയത്തിയാണെന്ന് പറഞ്ഞാലും ഒരു നാൾ കള്ളത്തിന്റെ മറ നീക്കി സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. പ്രകാശേട്ടാ, ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ചെയ്യാത്ത കുറ്റത്തിന് രാജീവ് നമ്മുടെ മോനെ നമ്മൾക്കെതിരെ ശത്രുക്കളാക്കി. ഇത്രയും നാളും ഞാനൊന്നും മിണ്ടാതെ നമ്മുടെ മകന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇനിയും കണ്ണടച്ചു കളയാൻ എനിക്കാവില്ല. അവനാണിപ്പോൾ ശിവയ്ക്ക് ഈ ആക്സിഡന്റ് ഉണ്ടായതിന് പിന്നിലെന്ന് ആരേക്കാളും നല്ലതുപോലെ എനിക്ക് മനസ്സിലാക്കാം. പാറു വളരേണ്ട വീട്ടിലാണ് അവൾ വന്നത്. ഇനി കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് കണ്ടറിഞ്ഞ് തന്നെ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണം. അപ്പോൾ ഇനി നീ കോടതി പരിസരത്തൊന്നും വരുന്നില്ലേ? 5 വർഷങ്ങൾക്ക് ശേഷം എന്റെ പേരക്കുട്ടിയെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ കുറച്ചു നാളത്തേക്ക് ഇനി ഞാൻ കേസൊന്നും എടുക്കുന്നില്ല. 5 വർഷം എന്ത് പെട്ടെന്നാണ് പോയതല്ലേ. സമയം ഒരുപാടായി. നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഗായത്രി മോളുടെ ടേസ്റ്റുകളെല്ലാം അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പാറു മോളുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. എടോ, അത് തീരെ ചെറിയ കുട്ടിയല്ലേ. കുട്ടികളല്ലേ വളരുന്നത്. ഏട്ടൻ വാ, സമയം ഒരുപാടായി, കിടക്കാം. അത്രയും പറഞ്ഞ് ശോഭന തന്റെ റൂമിലേക്ക് പോയി. രാജീവ് പറഞ്ഞത് പ്രകാശൻ ഒരു നിമിഷത്തേക്ക് ഓർത്തുപോയി. എന്റെ മോളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കരുതനുമുണ്ട്. അത് അവളെയോ പാറുവിനെയോ അറിയിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നീട് തന്റെ ആരും തന്നെ ജീവനോടെ കാണില്ല. ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കത്തില്ല. ഇനി ഒരിക്കൽ കൂടി നിന്റെ ആളുകൾ എന്റെ മോന്റെ ശരീരത്തിൽ തൊട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഏട്ടാ, നിങ്ങൾ എന്താ കിടക്കാൻ വരാത്തെ? അവിടെ ആലോചിച്ച് നിൽക്കുന്നത് എന്താ? ആ വരുക. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.